വല്ലാത്ത പ്രണയം തോന്നും. ഇപ്പോഴും നിങ്ങൾക്ക് ഈ കുർബാന നിങ്ങൾ പലരും ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ ഉള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് കുർബാന നിങ്ങൾക്ക് അനുഭവമാകാത്തതിൻ്റെ കാരണം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് കുർബാനയിൽ കൂടുതലും നിങ്ങൾ സംസാരിക്കുന്നത്. അത് വേണ്ട എന്നല്ല അച്ഛൻ പറഞ്ഞത്. അത് പക്ഷേ സംസാരിക്കാനുള്ള ഒരു അവസരം കുർബാന സ്വീകരണം കഴിഞ്ഞ് വരുന്ന നന്ദി പ്രകാശന സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ നിത്യ ജീവിത സമ്മർദ്ദങ്ങളെ കർത്താവുമായിട്ട് പങ്കുവെക്കാം. പക്ഷെ ബാക്കി ടൈം എല്ലാം നിങ്ങൾ നിത്യജീവനെക്കുറിച്ചാണ്. ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ. വചനം ഏതാണത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഒന്ന് പറഞ്ഞ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമാണ്. വചനമേതാ? യോഹന്നാൻ 10:10. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് നൽകിയ ഒരു നോട്ട്, ഞാൻ വരുന്ന മുമ്പ് അങ്ങനെയാണെങ്കിൽ ജീവനില്ലല്ലോ എന്നാണ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വരണത് എന്താ? പരിശുദ്ധാത്മാവ് എന്നാ പറയണത്? അതുകൊണ്ട് അവൻ വരുന്നതിന് മുമ്പ് ജീവൻ ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ജീവനാ? ഭൗതിക ജീവനല്ല. ഈ പദാർത്ഥമാത്രമായ ആകാര സൗഷ്ഠവങ്ങളിലെ നമ്മളെ ചലിപ്പിക്കുന്ന ജീവനും ശ്വാസം പോകുമ്പോൾ നമ്മുടെ ബോഡി നിർജീവമാക്കുകയും ചെയ്യുന്ന ജീവനല്ല. പിന്നെന്ത് ജീവനാണ്? നിത്യജീവൻ. കൈയട്ടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഈ കുർബാന എന്ന് പറയുന്ന മഹത്തായ നിത്യ ഉടമ്പടിയില്ലേ, അതിൻ്റെ ആ ഉടമ്പടിയുടെ ആത്യന്തികമായ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഇപ്പോഴ് ഫിലിപ്പ് കെ ജോൺ പത്തനംതിട്ടയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങളും ഞാനിങ്ങനെ പരിശോധിക്കുകയായിരുന്നു, പറഞ്ഞ കാര്യങ്ങളെല്ലാം. അദ്ദേഹം അവസാനം പറഞ്ഞത് എന്താ? നിത്യപിതാവിനെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ചിന്തയുമൊക്കെ അവസാനം നിത്യപിതാവിൽ നിത്യജീവിതത്തിലേക്കും എത്തിച്ചേരാൻ പറ്റാതെ മരിക്കണവരെ നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെ തന്നെയാണ് സമ്മർദ്ദപ്പെട്ട് ദൈവത്തെ അതിനുവേണ്ടി വഴിപ്പെടുത്താൻ വേണ്ടിയാണ് ആധ്യാത്മികതയെ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനി അല്ലാതെ മരിക്കേണ്ടി വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ ഇന്ന് കേട്ട എല്ലാ സാക്ഷ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥനാപൂർവ്വം. അച്ഛൻ എപ്പോഴും ശ്രദ്ധിക്കുമ്പോഴേ വാട്ട് ഈസ് ദ കവനന്റ് കണ്ടൻറ്റ്, CC എന്താണെന്ന് നോക്കും. ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലെന്താ CC എന്ന് പറഞ്ഞാൽ എന്താണ്? കവനന്റ് കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഉടമ്പടിയുടെ പ്രത്യേക മുഖമുദ്ര എന്താണ് അതിലുള്ളത്. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് നമ്മൾ അൾത്താരയിൽ പറയാൻ വേണ്ടി പരമാവധി അനുവദിക്കണത്. ഉടമ്പടി കണ്ടൻറ്റ് ചിലപ്പോൾ ഒരു കണ്ടൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ ചില സാക്ഷ്യങ്ങളിൽ 2 കണ്ടൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 3 കണ്ടൻറ്റ് ഉണ്ടാവും. ഈ ഫിലിപ്പ് കെ ജോണിൻ്റെ സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ 3 കണ്ടൻറ്റാണ് ഉള്ളത്. ആ കണ്ടൻറ്റ് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ വരുമ്പോൾ നിങ്ങൾക്കും അതൊരു മാതൃകയാകും. എന്താ ഒരു കണ്ടൻറ്റ്? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് അല്ല, സക്സഷൻ സർട്ടിഫിക്കറ്റ്. 2.5 വർഷമായിട്ട് കൈ കിട്ടാത്ത സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ പിന്തുടർച്ച അവകാശ അധികാരപത്രം. 2.5 വർഷമായിട്ട് കിട്ടണില്ല. അപ്പം അതിനുവേണ്ടി അദ്ദേഹം ഗൾഫ് ടു ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും 1 വർഷത്തോളം 1 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി എയർഫെയർ ആയിട്ടുണ്ട് ശരിക്കും.
തന്നെ 2.5 വർഷം എടുക്കുകയും ചെയ്തു. ഈ 2.5 വർഷം എടുത്ത സർട്ടിഫിക്കറ്റ് എന്തിനു കിട്ടണില്ല, കോടതിയിൽ നിന്ന് കിട്ടണം. സസ്പെൻഷൻ തെളിയിക്കണം, പിന്തുടർച്ച തെളിയിക്കണം. അതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊരു കിട്ടാക്കനി പോലെ അങ്ങ് കൈവിട്ട് പോണ പോലെ ഒരു അവസ്ഥയാണ് വരണത്. അപ്പോൾ അദ്ദേഹം എന്നാ ചെയ്തത്? ഉടമ്പടി എടുത്തു അല്ലേ? ഉടമ്പടി എടുത്തപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുക ആ വിഷയത്തിൽ? ഇപ്പം ഈ അമ്മ മാതാവിനൊരു വെളിപാടുണ്ട്. അമ്മ മാതാവ് കാര്യങ്ങളെ ചെറിയ കാര്യങ്ങളെന്നും വലിയ കാര്യങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കും. അമ്മയാണ് തിരിച്ചു തന്നത്. അമ്മയാണ് ഈ കാര്യങ്ങളെയൊക്കെ തിരിച്ചത്. ചെറിയ കാര്യങ്ങളെന്നും വലിയ കാര്യങ്ങളെന്നും കാര്യങ്ങളെ അമ്മ രണ്ടായിട്ട് തിരിച്ച് അല്ലേ? എപ്പോഴാണ് തിരിച്ചത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് കാര്യങ്ങൾ ചെറുതുമുണ്ട് വലുതുമുണ്ടെന്ന്. അതുകൊണ്ട് അമ്മ പറഞ്ഞു, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ശക്തനായവനാണ് അല്ലേ? അതിലെ വചനം ശക്തനായവൻ എനിക്ക് ഒന്ന് പറഞ്ഞ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. കൈയിടിച്ച് കർത്താനുസൃതിയുടെ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വലിയ കാര്യങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ആരാണ്? അതാണ് ലൂക്കായുടെ സുവിശേഷം 1:49 വചനങ്ങൾ. ലൂക്ക 1:49 എന്താ വചനം? ശക്തനായവൻ പറഞ്ഞ് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പം കാര്യങ്ങൾ എത്ര ഉണ്ട്? ചെറിയ കാര്യമുണ്ട്, വലിയ കാര്യം. വലിയ കാര്യം ആരാ ചെയ്യേണ്ടത്? ശക്തനായവൻ. കാനായിൽ വന്നപ്പോൾ അതാണ് സംഭവിക്കുന്നത്. കാനായിൽ അത് ചെറിയ കാര്യമല്ല. കാനായിൽ സംഭവിക്കുന്നത് എന്താണ്? അത് ചെറിയ കാര്യമല്ല. അമ്മയ്ക്കറിയാം അത് ചെറിയ കാര്യമല്ലെന്ന്. എന്താ? അത് വലിയ കാര്യമാണ്. കാര്യം എന്താണ്? കർത്താവിൻ്റെ മഹത്വം പ്രകടമാകാനുള്ള സമയം പിതാവിൻ്റെ മനസ്സിലാണുള്ളത്. അത് വെളിപ്പെട്ടിട്ടില്ല. പിതാവിൻ്റെ മനസ്സിലെ അനുഗ്രഹത്തിൻ്റെ സമയം, അടയാളത്തിൻ്റെ കാലം വെളിപ്പെടാതിരിക്കുമ്പോൾ, വെളിപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ, അത് നടക്കാത്ത കാര്യമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അതെന്തായി മാറും? വലിയ കാര്യങ്ങളായി മാറും. ഇല്ലേ? അതാരാണ് ചെയ്യേണ്ടത്? ശക്തനായവനാണ് ചെയ്യേണ്ടത്. അമ്മയ്ക്ക് ഈശോയെക്കുറിച്ച് നല്ല, പിതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമൊക്കെ അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാം. അതാരാ ചെയ്യേണ്ടത്? നടക്കാത്ത കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? ശക്തനായവനാണ് ചെയ്യേണ്ടത്. ആരാണ് ശക്തനായവൻ? ഈശോ, യേശുക്രിസ്തു. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. 1 കൊരിന്ത്യർ 1:24. 1 കൊരിന്ത്യർ 1:24 ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പം ശക്തനായവൻ ആരാ? ഈശോയാണ്. ശക്തനായ വലിയ കാര്യങ്ങൾ ചെയ്യണത് ആരാ? ഈശോയാണ്. അത് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അതുകൊണ്ടാണ് ഈശോയോട്, അമ്മയ്ക്കറിയാം ഈശോയാണത് ചെയ്യേണ്ടത്, ശക്തനായവൻ. അതുകൊണ്ടാണ് ഈശോയെടുത്ത് തിരുസന്നിധിയിൽ അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞാലേ, അമ്മ ആരാണ് ശരിക്കും? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. എല്ലാ അറിവും ഉണ്ട് ആളിന്. പരിശുദ്ധാത്മാവിൻ്റെ സീറ്റ് ഓഫ് വിസ്ഡം അല്ലേ? സീറ്റ് ഓഫ് വിസ്ഡം. അമ്മയ്ക്ക് എന്തൊക്കെ അറിയാം? അമ്മയ്ക്കിതെല്ലാം അറിയാവുന്ന ആരാണ് നമ്മളോട് പറഞ്ഞത്? അമ്മയ്ക്കിതൊക്കെ അറിയാം എന്ന് ആരാണ് നമ്മളോട് പറഞ്ഞത്? ഈശോയാണ് പറഞ്ഞത്. അമ്മ ചോദിച്ചില്ലേ, ഈശോ, ഞാനും നിൻ്റെ പിതാവും എത്ര ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിച്ചു. അപ്പോഴ് എന്താണ് ഈശോ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതരായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലൂക്ക 2:48. നിങ്ങൾ
അപ്പോഴേ പിതാവിൻ്റെ കാര്യവും അറിയാം, ഈശോയുടെ കാര്യവും ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ കാനായിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കാനായിലും കർത്താവിൻ്റെ സമയമായിട്ടില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? അമ്മയ്ക്കറിയാം. പക്ഷെ അതിനേക്കാൾ വലിയൊരു അറിവ് അമ്മയ്ക്കറിയാം. എന്താണ്? ശക്തനായവനാണ് വലിയ കാര്യങ്ങൾ ചെയ്യണതെന്ന്. അതിനേക്കാൾ വലിയൊരു കാര്യം അമ്മയ്ക്കറിയാം, എൻ്റെ മകൻ ശക്തനാണെന്ന്. കൈയിടിച്ച് കർത്താവ് കർത്താവായ ദൈവമേ, അവിടുത്തെ ശക്തി നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, രക്തസ്രാവക്കാരെ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് അമ്മ തിരിയുമ്പോൾ സമയം ചുരുങ്ങി വരണ കാണാം. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഒറ്റ ദിവസത്തിനുള്ളിലാണ് കോടതി വിധി വരണത്. അപ്പം സമയം ചുരുങ്ങി, ശരിക്കും ആകാത്ത സമയം ആയതാണ് കണ്ടത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് കോടതി ചുരുങ്ങുകയും വീണ്ടും ഒരു കൂട്ടുകാരനെ വിളിക്കും. എന്നാത്തിനാണ് വിളിക്കണേ? മുദ്രപത്രം ഇല്ലാത്തതിനല്ലേ. അപ്പോൾ അദ്ദേഹം പറയണത് ടൈമാണ് പറയണത്. വിത്തിൻ 24 hours മുദ്രപത്രം കോടതിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമാണ് പറയണത്. ടൈം എവിടെയെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ എല്ലാം കാനായിലെ പെർസ്പെക്റ്റീവ് ഫീച്ചേഴ്സാണ് വർക്ക് ചെയ്യണത്. എപ്പോഴും സമയമായില്ല എന്ന് പറയുമ്പോൾ അത് ആക്കിയെടുക്കുമ്പോൾ ടൈം എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈശോയും പരിശുദ്ധ അമ്മയും അവിടെ ഓൺലൈനിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം എപ്പോഴും സന്തോഷത്തിലും സ്നേഹത്തിലുമായിരിക്കണം. നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടതേ സന്തോഷത്തോടെ ആരാധിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? റോഡ് പോകണമെങ്കിൽ, വണ്ടി പോകണമെങ്കിൽ റോഡ് സ്മൂത്തായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ പിന്നെ തട്ടിയും തടവിയും ഓളങ്ങളൊക്കെ ഉള്ള റോഡാണെങ്കിൽ, കഴമുഴ ഉള്ള റോഡാണെങ്കിൽ അതനുസരിച്ച് സ്ലോ ആയിരിക്കും. വണ്ടി സ്പീഡായിട്ട് പോകണേ എങ്ങനെയാണ്? സ്മൂത്തായിട്ടുള്ള റോഡാണ്. റോഡ് സ്മൂത്താകണത്, പ്രാർത്ഥന സ്പീഡാണ് ആക്കണത് എന്താണ്? നമ്മളുടെ സന്തോഷമാണ്. എന്തിലാണ് സന്തോഷിക്കണത്? ആദിമസഭ സന്തോഷിച്ചത് എന്തിലാണ്? കർത്താവിനെ പകുതി പീഡനങ്ങൾ അനുഭവിക്കാൻ ഇട ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി എന്നാ പറയണത്. പ്രൈസ് ദി ലോർഡ്. ആദിമസഭ സന്തോഷിച്ചത് എന്തിലാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കാൻ അവസരം ലഭിച്ചതിലെ സന്തോഷിച്ചുകൊണ്ട് അവരടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ പൗലോസ് പറയുമേ, അടുത്ത സ്ഥലത്തും പീഡനങ്ങൾ തന്നെയാണ് ഞങ്ങളെ കാത്തിരിക്കണമെന്നുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോവുകയാണ്. അത് ഭയങ്കര രസകരമായ ഒരു ആധ്യാത്മിക യാത്രയാണ്. കർത്താവിനെ പ്രതി ഒരു സ്ഥലത്ത് എന്താ സംഭവിച്ചത്? കർത്താവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അവസരങ്ങളെ അങ്ങനെ കാണുന്നത്, അവസരങ്ങളെ വിശ്വാസി കാണുന്നത് കർത്താവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവരെന്നാ ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയും, അടുത്ത സ്ഥലത്തും പീഡനങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈശോ ഇതെല്ലാം കൂടി കൂട്ടിയെടുത്തിട്ട് കർത്താവ് പറയും, ഓരോരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും. ഇപ്പം ക്ലേശങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. എല്ലാ ദിവസവും ഉണ്ടാവും, കാലങ്ങളിലും ഉണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇപ്പം കാലങ്ങളും സ്ഥലങ്ങളുമാണ് ഉടമ്പടി കൈകാര്യം ചെയ്യുന്ന രണ്ട് വിഷയം. എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സഹനങ്ങളുണ്ടാകും. എല്ലാ കാലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സഹനങ്ങളുണ്ടാകും. അതാണ് ഒരു അറിവ്. പക്ഷെ അതിനേക്കാൾ വലിയ അറിവുണ്ട്. എന്താണ്? എല്ലാ കാലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സഹനങ്ങളുണ്ടെങ്കിൽ, എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സഹനങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അറിവാണ്
എല്ലാ സ്ഥലങ്ങളിലും നിന്റെ എല്ലാ കാലങ്ങളിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, പുറപ്പാട് 33:14 പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടെ ഉണ്ടെന്ന സംവിധാനം ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും, പ്രതിസന്ധികളിലും, സങ്കടങ്ങളിലും, ദുരിതങ്ങളിലും ദൈവ സ്ഥലങ്ങളിൽ നിന്ന് അവർ സഭ യേശുക്രിസ്തുവിനെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കാൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സഹനം വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പേരിലാക്കി കളയണം. അല്ല നാട്ടുകാർ വന്ന് നമ്മളെ കൈവെക്കുക, കർത്താവിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും നമ്മളെ കൈവെക്കണം മാത്രമല്ല വിഷയം. നമ്മളിപ്പോൾ ഒരു കുടുംബത്തെ ഒരു രോഗിയെ നോക്കുകയാണ് ഇല്ലേ, ആ രോഗിയെ നോക്കണ ആ സഹനം, ആ സ്ഥലത്ത് നമ്മൾ അനുഭവിക്കുന്ന സഹനമാണ്, അത് ആരുടെ പേരിലാക്കണം? യേശുക്രിസ്തുവിനെ. അപ്പോൾ സന്തോഷമായി മാറും. അത് യേശുക്രിസ്തുവിൻ്റെ പേരിലാക്കണം. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും നമുക്ക് മാനസിക ക്ലേശങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എനിക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ഉണ്ടാകുന്ന സമയങ്ങൾ, ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാം ആദിമസഭയെ പോലെ നിന്നോടുള്ള സ്നേഹത്താൽ കർത്താവേ സമർപ്പിക്കുവാൻ, നിന്റെ നാമത്തെ പ്രതി ഏറ്റെടുക്കുവാൻ, ഏറ്റെടുപ്പിന്റെ സന്തോഷത്താൽ അഭിഷിക്തരാകുവാൻ ആദിമസഭയെ പോലെ ഈ കാലങ്ങളിലെ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ആദിമസഭയിലെ ജനം അമ്മയുടെ നേതൃത്വത്തിൽ സഖിയോട് ശാലയിൽ ധ്യാനാത്മകമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിച്ച പോലെ അങ്ങയുടെ മക്കള് കൃപാസനത്തില് ആരാധന പങ്കുചേർന്ന ഓരോ മക്കളിലേക്കും അഭിഷേക ശക്തി തരണമേ, ദൈവാത്മാവിന്റെ ശക്തി നിറയണമേ. നമ്മൾ വിനയപ്പെടണം അല്ലേ? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ കടാക്ഷിച്ചു. അതാണ് സംഭവം. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉടമ്പടി എടുത്ത കക്ഷികളെ എന്നാ ചെയ്യണം? ആദ്യം വിനയപ്പെടണം. അതാണ് ലൂക്ക 2:48 ഏറ്റു പറഞ്ഞ, അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തൃക്കൺ പാർത്തു. അപ്പം ദൈവം തൃക്കൺ പാർക്കുന്ന ഒരു ഫോർമാറ്റിൽ നമ്മൾ എത്തിച്ചേരണം. ശക്തനാവിനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ദൈവം തൃക്കൺ പാർക്കുന്ന ഒരു ആത്മീയ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം. അതാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ സുവിശേഷം സൂപ്പറാണ്. ശക്തനായവനെ കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? ശക്തനായവൻ. ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ദൈവം നമ്മളെ കടാക്ഷിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദൈവം നമ്മളെ കടാക്ഷിക്കുന്ന ആധ്യാത്മിക അവസ്ഥ എന്താ? അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, എളിമയെ കടാക്ഷിച്ചു. അപ്പം നമ്മൾ എളിമപ്പെടണം. നിങ്ങൾ എത്ര കൊലകൊമ്പിലായാലും ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, തറവാടിത്തമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുടുംബത്തിൽ സ്വാധീനമുണ്ട്, പിന്നെ നിങ്ങളുടെ ക്ലെയിംസ് ഒത്തിരി ഉണ്ടല്ലോ. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്തത്, ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തത്, വൈഫിന് വേണ്ടി ചെയ്തത്, ഭർത്താവിന് വേണ്ടി ചെയ്തത്, മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ക്ലെയിംസ് ഇല്ലേ? ഈ ക്ലെയിം എല്ലാം നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യണം. എളിമപ്പെടുന്നതിൻ്റെ ഒരു പ്രോസസ്സാണ്. ക്ലെയിമല്ല, അവകാശവാദങ്ങളെല്ലാം അഴിച്ചു വെക്കണം. നിങ്ങൾ അഴിച്ചു വെക്കാൻ നിൽക്കേണ്ട, മറ്റുള്ളവർ അഴിച്ചോളും. അതാണ് പ്രശ്നം. അത് പക്ഷെ അപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും കർത്താവാണിത് ചെയ്യണത് എന്ന് പറയും. അതുകൊണ്ടാണ് ദാവീദും പറഞ്ഞത്. ദാവീദിനെയൊക്കെ ഷെമായിയും ഹുസായിയും സീബായല്ല ഹുസായി ദാവീദിൻ്റെ കൂടെ നടന്ന് തെറി പറയണ ഒരു കാലമില്ലേ? അവൻ രാജാവായിട്ട് നാട് വിട്ടു പോകുന്ന സമയത്ത് കൂടെ നടന്ന് തെറി പറയുമ്പോൾ അവിടെ ഷെമായി പറയും, ഈ ചത്ത പട്ടിയുടെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയും, നോ, അങ്ങനെ വേണ്ട, കർത്താവാണ് അവനെക്കൊണ്ടത് പറയിപ്പിക്കുന്നത്.
അപ്പോഴും ഞാനത് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഞാനത് ക്ഷമിച്ച് കഴിയുമ്പോൾ, കർത്താവിന് എന്നോട് കരുണ തോന്നിയാലോ? അതാണ് എപ്പോഴും നാഥാൻ ദാവീദിനെ ശപിക്കുമ്പോഴും അവൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ നീങ്ങിക്കളയത്തില്ല എന്ന് പറയുമ്പോഴും ദാവീദ് വാൾ നീക്കിക്കളയണമെന്നല്ല പ്രാർത്ഥിക്കണത്. കർത്താവേ, വാള് എൻ്റെ തലക്ക് മുകളിൽ തൂങ്ങി നിന്നാലും കർത്താവേ, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതെന്ന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 51:1-2 ഈ വചനങ്ങളുണ്ട്. എന്താണ്? വാള് തലക്ക് മുകളിൽ തൂങ്ങി നിൽക്കുമ്പോഴും ദാവീദ് പ്രാർത്ഥിക്കും. എന്താണ്? വാളെടുത്ത് മാറ്റണമെന്നല്ല പ്രാർത്ഥിക്കണത്. എന്താ പ്രാർത്ഥിക്കണത്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. പിന്നെ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കും. എന്താണ്? അങ്ങേ പരിപാവനെ എന്നിൽ നിന്ന്, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന്. പക്ഷെ ദൈവം എടുത്ത് കളഞ്ഞില്ല. അവൻ മട്ടുപ്പാവിലെ അവൻ്റെ ഉപനാരികളെ അബ്സലോം പാപത്തിൽ ഏർപ്പെടുമ്പോഴും സിംഹാസനം കൈയടക്കുമ്പോഴും അവന് ഒരു ഭിക്ഷാന്തേഹിയായിട്ട് മല മുകളിൽ അവൻ നാടുവിട്ട് പോകുമ്പോഴും താൻ രാജാവാണെന്ന് നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി ഈ രാജ്യം വിട്ടു പോണ ആൾ തോറ്റോടുന്നവൻ രാജാവാണ്, ദാവീദാണെന്ന് നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി അവൻ്റെ മേലങ്കി കൊണ്ട് മുഖം മറക്കുമ്പോഴും ഹൂസായി അവൻ്റെ പുറകെ നടന്നുകൊണ്ട് അവനെ ചീത്ത വിളിക്കുമ്പോഴും ഷമായി അതിനെതിരെ അവൻ്റെ പെടലെടുക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴും ദാവീദ് അവനെ ശാസിച്ചുകൊണ്ട് അവനെ തടയുമ്പോഴും ദാവീദ് പറയുന്ന വാക്കെന്താണ്? എൻ്റെ എളിമ കണ്ടിട്ട് കർത്താവ് പ്രസാദിച്ച് എൻ്റെ ഈ ദുര്യോഗത്തിൽ നിന്ന് എന്നെ വിടാൻ ഇടയായാൽ അതുകൊണ്ട് അവൻ്റെ കടുത്തേക്ക് കയറേണ്ട, അവൻ പറയട്ടെ, കർത്താവാണ് ചിലപ്പോൾ അവനെ കൊണ്ടത് പറയിപ്പിക്കണതെന്ന്. ആ തിരിച്ചറിവ് ദാവീദിന് ആർക്ക് കൊടുത്തതാണ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. കർത്താവേ, എന്തെല്ലാം എൻ്റെ തുണി ഉരിയണ പോലെ അപമാനപ്പെട്ടാലും ഞാൻ രാജാവാണെന്ന് അറിയപ്പെടാതെ ഇരിക്കാൻ ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തവ തിരുസന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ. പരിശുദ്ധാത്മാവിനെ വിടുതൽ പ്രാപിക്കുക, ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്താ കേട്ടത്? ഇത്രയും വലിയ അപമാനത്തിലൂടെ പോകുമ്പോഴും പരിശുദ്ധാത്മാവിനെ എടുത്ത് കളഞ്ഞില്ല. നിങ്ങളെൻ്റെ മക്കൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് കടങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ കള്ള കേസുണ്ടാകാം. അതും പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് എന്തെല്ലാം തകർച്ച ഉണ്ടായാലും രോഗങ്ങളുണ്ടായാലും ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയത്തില്ല, കൂടെ ഉണ്ടാകും. നിങ്ങൾ ഓർത്തുണ്ടാകണം. നിങ്ങൾ വിചാരിക്കും, എൻ്റെ കടമാണല്ലോ എനിക്ക് രോഗമാണല്ലോ, എനിക്ക് നാട്ടുകാരൻ്റെ കഴുത്തെ കയറുകയാണല്ലോ, ഇപ്പോഴേക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ലല്ലോ, അപ്പോൾ പരിശുദ്ധാത്മാവ് പോയി കാണുമെന്ന്. ഒരിക്കലും പരിശുദ്ധാത്മാവ് പോകത്തില്ല. നീ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയുള്ള ദാരുണമായ അവസ്ഥകളിലും പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയലെന്ന് ദാവീദ് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഏതവസ്ഥയിലും പരിശുദ്ധാത്മാവ് നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്താ അങ്ങനെ പറയണമെന്നറിയാവോ? കർത്താവിന് ഒരു സെക്കൻഡ് മതി നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ. ഒരു സെക്കൻഡ് മതി. അബ്സലോമിനൊക്കെ പിടിച്ചെടുക്കുന്നത് ആരാ? കർത്താവാണ്. ഗോലിയാത്തിനെ കൊണ്ടുവന്നിട്ട് കൊല്ലണത് ആരാണ്? കർത്താവാണ്. നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി കർത്താവ് എന്തും ചെയ്യും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. കർത്താവേ, ഏത് ജീവിത ദുരിതങ്ങളിലും സങ്കടാവസ്ഥകളിലും ഭവനരഹിതമായ അവസ്ഥകളിലും സന്താനങ്ങളില്ലെങ്കിലും കടഭാരത്തിലാണെങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ കഴിഞ്ഞു പോകത്തില്ല. വരങ്ങൾ കൃപകൾ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ട് ഹൂസായി ഒരിക്കലും
ക്ഷേമായി ഒരിക്കലും ഹൂസായുടെ കഴുത്തേക്ക് കയറിയില്ല. അവൻ മലയുടെ താഴെ ഇറങ്ങിക്കൊണ്ട് ഇവനെ കല്ലുവിളിച്ചിറക്കി മണ്ണ് എടുത്തെറിയുന്നു, കല്ലെടുത്തെറിയുന്നു, അവനെ കുടുംബത്തോടെ അസഭ്യം പറയുകയാണ്. പക്ഷെ ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. ദാവീദ് മിണ്ടിച്ചുമില്ല, ഹൂസായിനെ കൊണ്ട് മിണ്ടിച്ചുമില്ല. എന്താ കാര്യം? കർത്താവ് പറയട്ടെ എന്ന് കാത്തിരിക്കും. മറിയത്തിൻ്റെ മൗനം അത്തരം മൗനങ്ങളാണ്. ഒത്തിരി വേദന വന്ന അമ്മ മിണ്ടത്തില്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. അതാണ് അമ്മ, അതാണ് അമ്മയുടെ മാതൃക. വിഷമകാലങ്ങളിൽ നീ ദൈവത്തോട് മാത്രമേ സംസാരിക്കാവൂ, മനുഷ്യന്മാരോട് സംസാരിക്കരുത്. നിന്നെ വേദനിപ്പിക്കുന്നവരോടോ, നിന്നെ എരിപിരി കൊള്ളിക്കുന്നവരോടോ, നിന്നെ താഴ്ത്തിക്കെട്ടുന്നവരോടോ, നിന്നെ അപമാനിച്ച് നിൻ്റെ അപമാനത്തിലൂടെ നിന്നെ തള്ളിയിടുന്നവരോടോ നമ്മൾ സംസാരിക്കത്തില്ല. കർത്താവിന് സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുക്കും. അപ്പോൾ നമ്മൾ എളിമപ്പെടുകയാണ് ചെയ്യണത്. ആ ഹുസായുടെ മുമ്പിൽ ദാവീദ് എളിമപ്പെടുകയാണ് ചെയ്തത്. എളിമപ്പെടുമ്പോൾ എന്നാ പറ്റണത്? ഈ മരുഭൂമിയിലൂടെയൊക്കെ കൊണ്ടുപോണ കാലം എളിമയുടെ കാലമാണ്. ഇപ്പം നമ്മൾ നിയമാവർത്തനത്തിൻ്റെ 8:2 എന്താ വായിക്കണത്? നിയമാവർത്തനം 8:2. അവിടെ നിങ്ങളെ മരുഭൂമിയിൽ കൂടി കൊണ്ടുപോയത് എന്തിനാ? നിങ്ങളെ എളിമപ്പെടുത്താനും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. ഇപ്പം ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? ആ ബാംഗ്ലൂരിലുള്ള മകളൊരു സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? അവൾക്ക് എക്സാം ഹാർഡായിരുന്നു. മരുഭൂമിയിലാണ് അവൾ. എക്സാം നേരത്തെ എക്സാം എഴുതിയപ്പോഴെല്ലാം ഈസി ആയിരുന്നു, പക്ഷെ തോറ്റുപോയി. ഇപ്പോഴും ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയ എക്സാം ഹാർഡായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്താ പറ്റുക? അത് മരുഭൂമിയിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എന്ത് പറ്റി? അവൾ ജയിച്ചു. അതാരാ ജയിപ്പിച്ചത്? കർത്താവ്. അതവൾ പറഞ്ഞു, ഞങ്ങൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന വചനത്തിൽ വെച്ചാണ് പഠിച്ചതെന്ന് പറഞ്ഞു അല്ലേ? സാക്ഷ്യത്തിൽ പറഞ്ഞതു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം നോട്ട് ബൈ മെറിറ്റ്, കർത്താവേ എൻ്റെ കഴിവല്ല, അങ്ങയുടെ കൃപ, അങ്ങയുടെ കൃപയാണെന്ന്. മരുഭൂമിയിൽ സംഭവിക്കുന്നത് എപ്പോഴും അത് തന്നെയായിരിക്കും. കർത്താവാണ് വൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മളല്ല. ഇതുപോലെ എന്താണ് നിങ്ങളെ മരുഭൂമിയിലൂടെ, ഇപ്പം നിയമാവർത്തനത്തിൻ്റെ 8:2 ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് പറഞ്ഞേ. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത്, ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് മനുഷ്യൻ നിങ്ങളെ എളിമപ്പെടുത്തുവാനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് കൂടിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, അപ്പം കൊണ്ട് മാത്രമല്ല. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ട്, ബട്ട് ബൈ ഗ്രേസ്. ഇതെല്ലാം വചനം എല്ലാം ഇങ്ങനെ കിടക്കണം. ഉടമ്പടിയുടെ ഫോർമാറ്റ് തന്നെ ഇതാണ്. മനുഷ്യന് മരുഭൂമിയിലാകുമ്പോൾ ഓർക്കണം എന്താണ്? മരുഭൂമിയിലാകുമ്പോൾ തണൽ മരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടാം ഇല്ലേ? നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ ബാങ്ക് മാനേജർ പെട്ടെന്ന് ട്രാൻസ്ഫറായി പോവുകയാണേ. തണൽ മരങ്ങൾ വെട്ടിവീഴ്ത്തപ്പെടാം. അപ്പോൾ നീ മരുഭൂമിയിലാകും. നിനക്ക് ലോൺ തരാമെന്ന് പറഞ്ഞ മാനേജറില്ലേ, അയാൾ മാറിപ്പോയി. നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് നിൻ്റെ അങ്കിള് ഇപ്പോൾ കാനഡയിൽ 2ാമത് കല്യാണം കഴിച്ചിരിക്കുകയാണ്, ആദ്യത്തെ ഭാര്യ ഇട്ടച്ചും പോയി. അപ്പോൾ നീ മരുഭൂമിയിലായി. ജീവിതാനുഭവങ്ങളാണിതെല്ലാം. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത് അങ്കിള് സഹായിക്കുമെന്നാണ്. നീ പഠിച്ചു വന്ന് IELTS പാസ്സായപ്പോഴുണ്ട് അങ്കിള് 2ാമത് കല്യാണം കഴിച്ചിരിക്കുക, പണിയായി. അപ്പോൾ നമ്മളൊക്കെ ദൈവം ഇതെന്ത് പുലിവാരായിപ്പോയി. നീ മരുഭൂമിയിലായി. എന്താണ്? അങ്കിളിനെ കൊണ്ട് സഹായിപ്പിക്കാനല്ല. അങ്കിള് എത്ര കാലം സഹായിക്കാൻ പറ്റും? നിത്യമായിട്ട് നിന്നെ സഹായിക്കണം ദൈവത്തെ നീ കണ്ടെത്തണം. നമ്മുടെ സഹായം അങ്കിളിൻ്റെ നാമത്തിലാണോ? അല്ലല്ലോ. ആണോ? ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ കൈ അടിച്ച് കർത്താവ്. മരുഭൂമിയിലായാൽ എന്താണ്? നിയമാവർത്തനം 2:8 നീ. എന്തിനാണ്? നീ എളിമപ്പെടാൻ വേണ്ടിയാണെന്ന്. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. പിന്നെ എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ്. അപ്പം നമ്മൾ ജീവിക്കണത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് കർത്താവിൻ്റെ വചനമാണ്.
അങ്കിളിനൊരു വചനം ഉണ്ടായിരുന്നു, പക്ഷേ പാലിക്കാൻ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പുതിയ സാഹചര്യം വന്നപ്പോൾ പാലിക്കാൻ പറ്റണില്ല. ഏത് സാഹചര്യങ്ങൾ മാറി വന്നാലും ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കും. കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഉടമ്പടി നിബന്ധന കൃത്യമായി പാലിക്കാൻ ദൈവത്തിന്റെ എളിമയുള്ളവൻ ദൈവത്തിന് സമയം അനുവദിക്കും. എളിമയുള്ളവൻ മരുഭൂമിയിലൂടെ പോകുമ്പോൾ നമുക്ക് എന്നാ വേണ്ടത്? എളിമ. എന്താ കാര്യം? കർത്താവാണ് ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. ദാവീദ് എന്നും പറഞ്ഞുവിടുന്ന കാര്യമാണ്. ഗോലിയാത്തിനെ കണ്ടപ്പോഴേ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? ഈ യുദ്ധം കർത്താവിൻ്റെതാണെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന കർത്താവേ, ഇത് രക്ഷയുടെ സമയമാണ്, ദൈവത്തിന്റെ കൃപയുടെ സമയമാണ്, അഭിഷേകം ചൊരിയുന്നവയാണ്, കൃപ വർഷിക്കപ്പെടുകയാണ്. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. ആ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. നിനക്ക് ചുറ്റുമുള്ള എല്ലാം പ്രതികൂലമാകുമ്പോൾ നീ പറയേണ്ട വാക്കാണ്. എന്താണ്? ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. ഒന്ന് പറഞ്ഞേ. കടങ്ങളുള്ളവർ പറഞ്ഞ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. രോഗമുള്ളവർ പറഞ്ഞ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. മനക്ലേശം വിട്ടുമാറാത്തവർ പറഞ്ഞ് ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. പരമദിവ്യകാരുണ്യത്തിന്. മരുഭൂമിയുടെ അവസ്ഥ അറിയാമോ? എന്താണ് മരുഭൂമി? മരുഭൂമി ക്ലേശത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും സ്ഥലം മാത്രമല്ല, പിന്നെ എന്താണ്? ദൈവസാന്നിധ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സ്ഥലമാണ്. ഒരു മരുഭൂമി അനുഭവം നമ്മൾ കൂടെ പോകുമ്പോൾ ദൈവപൈതൽ ഉള്ളിലും നനച്ചിരിക്കണം. എന്താ? ഇത് മരുഭൂമിയാണ്, ഇവിടെ ആരുണ്ട്? മനുഷ്യരില്ല. പിന്നെ ആരുണ്ടാവും? ദൈവം മാത്രം. ദാവീദ് മലയിറങ്ങി വരുമ്പോഴൊരു കാഴ്ച കാണും. സീബ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു കൊട്ടയും ചുമന്നുകൊണ്ട് നിൽക്കും. അതിനകത്ത് 20 മുന്തിരിയട, 45 അത്തിയട, പിന്നെ ഒരു ജാറ് വീഞ്ഞ്. അപ്പോൾ സീബ ചോദിക്കും, ദാവീദ് ചോദിക്കും, എന്നാ സീബ ഇതിൻ്റെ അകത്ത്? അപ്പോൾ ഉടനെ പറഞ്ഞു, അങ്ങ് ആ തുവാലെടുത്ത് മാറ്റിക്കുകയെന്ന് പറയും. നോക്കുമ്പോൾ നിറച്ച അപ്പവും വീഞ്ഞും അടയും ഒക്കെ ഇരിക്കുന്നു. എന്തിനാടാ ഇത്? ഇത് അങ്ങേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവന് വിശക്കണമെന്ന് സീബ എങ്ങനെ അറിഞ്ഞു? സീബ അല്ലാതെ അറിഞ്ഞത് അവൻ്റെ ദൈവം. കൈയടിച്ച് കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. കർത്താവ് വിട്ടുമാറാതെ നിൽക്കണ കണ്ടില്ലേ? അബ്സലോം കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട മനുഷ്യനാണിത്. അവനോടാണ് കൂസായി തന്തയ്ക്ക് വിളിക്കണത്, കല്ലുവാരി എറിയണത്. അപ്പോഴും തൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ദാവീദിന് ഒരു ഉറപ്പുണ്ട്. ആ ദൈവം വിട്ടുമാറാൻ നിൽക്കും. പിന്നീട് ദാവീദ് സിബ കൊടുത്ത് വീഞ്ഞു കുടിക്കും, അവൻ കൊടുത്ത് അത്തിയടകൾ കൊടുക്കും, കൂടെ ഉണ്ടായിരുന്നവർ കൊടുക്കും, താങ്ക്സ് പറയും. എന്നിട്ട് പിന്നീട് മനസ്സിലൊരു സങ്കീർത്തനം പറയും, കർത്താവ് ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കണമെന്ന്. കൈ ഇട്ടിച്ച് കർത്താവ്. ഏത് മരുഭൂമിയിലും ഏത് മലമുകളിലും ഏത് ആക്ഷേപങ്ങളിലും തന്നെ വിട്ടുമാറാത്ത ദൈവത്തെക്കുറിച്ച് ഓർത്തിട്ട് പിന്നീട് ദാവീദ് പറയും, കർത്താവ് ഹൗ സ്വീറ്റ് ഹീസ്. കർത്താവ് എത്ര നല്ലവനെന്ന്, എത്ര മധുരമുള്ളവനെന്ന് രുചിച്ചറിയാൻ പറയും. കർത്താവിനെ അറിയാനുള്ളവനാ. കർത്താവിനെ അറിയാനാണ് ഈ മരുഭൂമി അനുഭവങ്ങളെല്ലാം. നിന്നെ എളിമപ്പെടുത്താനും മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ കൃപ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ സ്പിരിറ്റ്. അവൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് ജീവിക്കണമെന്ന് നിന്നെ തിരിച്ചറിയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ക്ലേശകാലങ്ങളിലെ എൻ്റെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് എളിമപ്പെട്ട് നിന്റെ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ.
കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, എളിമപ്പെടുത്താൻ ദൈവത്തിന്റെ ശക്തി ഞങ്ങളിപ്പോൾ മുദ്രയിടുന്ന നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത മേഖലകൾ ആശീർവദിക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനോഭാവങ്ങളെ ആശീർവദിക്ക് നന്ദി പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിത മരുഭൂമികളിലേക്ക് നോക്കണം. നിങ്ങളിപ്പോൾ ജീവിത മരുഭൂമികളില്ലേ? അഹറോൻ സംസാരിക്കുമ്പോഴേ ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് നോക്കി എന്നൊരു വാക്കുണ്ട്. പുറപ്പാട് 16:10. പുറപ്പാട് 16:10. അഹറോൻ സംസാരിച്ചപ്പോഴേ ഇസ്രായേൽ ജനം മരുഭൂമിയിലേക്ക് നോക്കി. അവിടെ എന്നാ കണ്ടത്? കർത്താവിൻ്റെ മഹത്വം കണ്ടെന്ന്. അച്ഛൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത മരുഭൂമിയിലേക്ക് നോക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്താ കാണാൻ പോണത്? കർത്താവിൻ്റെ മഹത്വം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മഹത്വം ദർശിക്കാൻ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ജീവിത മരുഭൂമിയിലേക്ക് ഉറ്റു നോക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളിലേക്ക്, സങ്കടക്കടലിലേക്ക് നോക്കുകയാണ്. ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങയുടെ മഹത്വം ദർശിക്കപ്പെടാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. എഴുന്നേൽക്കുക. സൗഖ്യത്തിൻ്റെ സമയമാണ്. അനേകം മക്കൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മുഹൂർത്തമാണ്. ആരാധനയുടെ അവസാന നിമിഷങ്ങൾ. എന്നെ ഇപ്പോഴ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന നാടുകളിലും വീടുകളിലും ഇരിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ആരാധന ഇവിടെ നടത്തുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഇടത്തിലേക്ക് എവിടെയായിരുന്നാലും ഇപ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചരിച്ചെത്തുന്ന സമയമാണ്. നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി. നിൻ്റെ ജീവിത ആവശ്യങ്ങൾ ഇപ്പോഴ് എല്ലാ സങ്കടങ്ങളെയും ഇപ്പോഴും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോഴ് പരിശുദ്ധ അമ്മ വഴി നിൻ്റെ ജീവിത സങ്കടങ്ങളെ ദിവ്യകുർബാനയ്ക്ക് സമർപ്പിക്കുക. ഇവിടെ നിൽക്കുന്നവരെല്ലാവരും, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും നിങ്ങളുടെ ജീവിത സങ്കടങ്ങൾ, അവശേഷിക്കുന്ന ജീവിത സങ്കടങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുന്ന സമയമാണ്. ഞങ്ങൾക്കായി ദൈവമാതാ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരാധന അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തും ദിവ്യകുർബാന ഈശോ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളുടെ രോഗങ്ങളെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് അത് ഏൽപ്പിക്കട്ടെ. ലോകം മുഴുവനും കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവിടെ രോഗങ്ങളെ, ഹൃദയഭാരങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. രോഗമുള്ള ഇടത്ത് അമ്മയുടെ മധ്യസ്ഥതയിൽ കൈകൾ വെക്കുക. രോഗമുള്ളവരെ ഇപ്പോഴേ സൗഖ്യത്തിൻ്റെ സമയമാണ്. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. രോഗമുള്ള ഇടത്ത് ദൈവനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ കൈവെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നെഞ്ചുവേദനക്കാർ, ശ്വാസകോശ രോഗികൾ, ഹൃദയവാനുഭവത്തിന് ദ്രവിച്ചവർ, തകർന്നവർ, ബാലുവ് ചുരുങ്ങിയവർ നെഞ്ചത്ത് കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികൾ, കരരോഗികൾ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കുക. നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികളെ, കരരോഗികളെ ഇപ്പോഴേ കർത്താവ് അവരെ സുഖപ്പെടുന്ന സമയമാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തിൽ തൊണ്ടയിൽ കൈവെക്കുക. ശിരസ് രോഗികൾ ശിരസ്സിൽ കൈവെക്കുക. ചെവിയിൽ നിന്ന് ശ്രാപമുള്ളവരുടെ സൗഖ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ശിരസ് കൈവെക്കുക. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, വിഷ്വലിന് ചാലഞ്ച് ഉള്ളവർ കണ്ണിന് കൈവെക്കുക. കണ്ണിന് കൈവെക്കുക. തലച്ചോറിന് ദ്രവിപ്പുള്ളവർ, തലച്ചോറിന് രക്ത ഓട്ടമില്ലാത്തവർ,
കോശങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ ശിരസ്സിൽ കൈവെക്കുക. കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കുക. കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കുക. വാതരോഗികളെ ശിരസ്സിൽ കൈവെക്കുക. വാതരോഗികളെ ശിരസ്സിൽ കൈവെക്കുക. കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്കായി ദൈവമാതാ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അസ്ഥികളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതാ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്ഥികളെ രോഗിയുള്ളവരെ സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് അടയാളങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ തൊലിയിൽ എന്തൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥകൾ, തൊലിയിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നവർ, അപ്പം പിന്നെ ഇനാമൽ നഷ്ടപ്പെടുന്നവർ, അസ്ഥികൾക്ക് ഇനാമൽ നഷ്ടപ്പെടുന്നവർ, തൊലിയിൽ നിന്ന് പോളിഷിങ് പോകുന്നവർ, അതുകൊണ്ട് രോഗികളായി തീരുന്നവർ, വിസർപ്പ രോഗികൾ, അതുപോലെ തന്നെ സോറിയാസിസ് രോഗികൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടുന്നു, അവർ സൗഖ്യപ്പെടുന്ന സമയമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സോറിയാസിസ് രോഗികൾ ശ്രുതികട്ടെ. രോഗങ്ങൾ സുഖപ്പെടുന്നു. സ്വർഗീയ വഹിക്കും വാഗ്ദാന പേടകമേ, സ്വർഗീയ വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, വലിയ കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ഹൃദയത്തെ സന്തോഷിച്ചുകൊണ്ട് വേണം നിങ്ങളെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും. കർത്താവ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങളുടെ ഭാരങ്ങളെയും രോഗങ്ങളെയും ഏറ്റെടുക്കുന്ന സമയമാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പൊള്ളലേറ്റവരെ, ശരീരത്തിൽ പൊള്ളലേറ്റവരെ കാണിക്കുന്നുണ്ട്. ചിലപ്പോഴും മരുന്ന് ഓവർഡോസ് കഴിച്ചാലും പൊള്ളലേൽക്കും. ആന്തരിക അവയവങ്ങൾ പൊള്ളിയവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. പലതരത്തിലുള്ള രോഗികൾ, മക്കളില്ലാത്തവരെ, പീരീഡ്സ് ക്ലിയർ ചെയ്യാത്തവരെ, കറക്റ്റാകാത്തവരെ, വിസർപ്പ രോഗികൾ, അതുപോലെ അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുള്ളവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശരീരം വല്ലാണ്ട് ചൂടാകുന്നവർ, ബ്ലഡ് ചൂടാകുന്നവർ, വാതരോഗികൾ, ബ്ലഡ് ചൂടാകുന്ന കിഡ്നി രോഗികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്താവേ, ക്ഷയരോഗികൾ, ഹൃദയത്തിന് അസുഖമുള്ളവർ, കർത്താവേ, എപ്പിലെപ്സി രോഗികൾ, ഫിക്സ് രോഗികൾ, ഓട്ടിസം രോഗമുള്ളവർ, മനോരോഗികൾ, കർത്താവേ, വിശുദ്ധമായ രക്തത്താൽ മക്കളെ തളിക്കണമേ. മാരക രോഗങ്ങള്, ഭ്രാന്തി രോഗങ്ങള്, മാരക രോഗങ്ങള്, വ്യാധികള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. സുമാർ 57-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു മകനെ ഇടത് നെറ്റിയുടെ മുകളിൽ ഒരു പരുവ് കാണുന്നുണ്ട്. അത് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം. നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഈ ശുശ്രൂഷ ലൈവായി കൂടുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ഡേറ്റ് ഇടേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ, സമയ ചുരുക്കത്തിൻ്റെ മേൽ മാധ്യസ്ഥ അധികാരമുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. എല്ലാത്തിൻ്റെയും ഡേറ്റുകൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക, സമയത്തെ സമർപ്പിക്കുക. ഉടമ്പടി എടുത്തിരിക്കുന്ന നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയമായില്ല എന്ന് പറഞ്ഞാൽ
അത് അമ്മയ്ക്ക് അറിയാൻ സമയമായിട്ടില്ല എന്ന ഇന്ന് വചനത്തിലൂടെ നമ്മൾ വെളിപ്പെട്ടത്. ആകാത്ത സമയത്തെ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്ന അമ്മ സമയത്തിന് മേലുള്ള ഈശോയുടെ സ്വാധീനത്തെയും ദൈവപിതാവിൻ്റെ സ്നേഹത്തോടെയുള്ള അനുഗ്രഹത്തെയും എല്ലാം വിളിച്ചോതുന്ന ത്രിത്വിക ദൈവവും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് ചേരുന്ന ഒരു മിറക്കിളാണ് കാനായിൽ നടക്കുന്നത്. അവിടെ പിതാവുണ്ട്, പിതാവിൻ്റെ കാരുണ്യമുണ്ട്, ഈശോയുണ്ട്, ഈശോയുടെ സ്നേഹാനുഗ്രഹമുണ്ട്, അമ്മയുണ്ട്, അമ്മയുടെ മാധ്യസ്ഥമുണ്ട്. സർവ്വോപരി പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനപരത്തിലാണ് ശക്തനായവനാണ് ഈശോ. അവനെക്കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യിക്കണം. ആകാത്ത സമയം ആക്കിയെടുക്കാൻ അമ്മയുടെ മധ്യസ്ഥത്തിന് കഴിയും, തെളിയും എന്നെല്ലാം തെളിയിക്കുന്നത് കാനായാണ്. ഒരു പക്ഷേ ഒരു മേജർ മിറക്കിൾ എന്ന് നമുക്ക് പറയാവുന്ന ഒരു യുണീക്ക് മിറക്കിളാണ് കാന, മിറക്കിൾ അറ്റ് കാന. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഉടമ്പടി ചെയ്തിരിക്കണമെന്ന് ഓർക്കണം. ഉടമ്പടി ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവും പരമപിതാവും ഈശോയും അമ്മയും ഒരുമിച്ചാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ഉയർത്തണത്. അവൻ പറയണത് പോലെ ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൽപ്രവൃത്തികളാണ് നമുക്ക് ശക്തി തരണമെന്ന് വെളിപാട് 12:14 പറയും. അത് മരുഭൂമിയിലേക്ക് നമ്മൾ നയിക്കുന്നത് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ആ സ്ത്രീ, ചിറക് ലഭിച്ച സ്ത്രീ, കഴുകൻ്റെ ചിറക് ലഭിച്ച സ്ത്രീ മരുഭൂമിയിലെ പുറപ്പാട് 16:10 ദൈവമഹത്വത്തിലേക്ക് എത്തിച്ചേരണത്. ഇതെല്ലാം നമ്മളിന്ന് വചനത്തിലൂടെ വെളിപാട് ദൈവം നമുക്ക് നൽകിയ സന്ദേശങ്ങളാണ്. വലിയ സന്ദേശത്തിൻ്റെ ദിവസത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളും പോംവഴികളും എല്ലാം. വചനമാണ് വഴി, ഞാനാണ് വഴിയെന്ന് പറയുമ്പോൾ വചനമാണ് വഴി. അവൻ ആദ്യം വചനമുണ്ടായിരുന്നു, വചനം വഴിയായിരുന്നു, വചനം ഈശോയായിരുന്നു, വഴി ഈശോയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സത്യമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ ഹല്ലേലൂയ. വഴിയും സത്യവും ജീവനുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തീയതി നിശ്ചയിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഹല്ലേലൂയ. പരാമർശിക്കപ്പെടാത്ത രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ ശരീരം പൊതിഞ്ഞു കെട്ടി കർത്താവിൻ്റെ സമർപ്പിക്കുക. അവിചാരിതമായ രോഗങ്ങളുണ്ടാകാം, അജ്ഞാത രോഗങ്ങളുണ്ടാകാം. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൊറോണ വൈറസ് ലോകം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, അതിന് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ, ശാസ്ത്രജ്ഞന്മാർ, എല്ലാവർക്കും വെളിച്ചവും കൂടുതൽ ഊർജവും സംരക്ഷണവും എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ രോഗങ്ങൾ പൂർണ്ണമായി അജ്ഞാത രോഗങ്ങളും ലോകം മുഴുവനും മക്കൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, അജ്ഞാത രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൊറോണ വൈറസിന് അടിമപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭീഷണിയിൽ കഴിയുന്ന മക്കളെ, ഭയത്തിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശാസ്ത്രജ്ഞന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവെ ജീവൻ രക്ഷിക്കാൻ അത്ഭുതകരമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ഡേറ്റ്, സമയം സമർപ്പിക്കാവുന്നതാണ്. തീയതികൾ, ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, ഓപ്പറേഷൻ, ചികിത്സ, യാത്ര, എല്ലാത്തിനും ഡേറ്റ് ഇട്ട് സമർപ്പിക്കുക. ആ ഡേറ്റ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, പരീക്ഷകൾ, കുഞ്ഞുങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞു, ചിലയിടങ്ങളിൽ ചില നടന്നുകൊണ്ടിരിക്കുന്നു.
ഇനി ബോർഡ് എക്സാം വരാൻ പോകുന്നു, ആനുവൽ എക്സാം വരാൻ പോകുന്നു. ഡേറ്റുകളെല്ലാം ഇടുക. അമ്മമാർക്ക് കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഡേറ്റുകൾ അറിയാം. ദയവായി പരീക്ഷാ ഡേറ്റുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിദൂരങ്ങളിലും നാടുകളിലും വീടുകളിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഡേറ്റുകൾ ഇപ്പോഴും ടൈപ്പ് ചെയ്ത് മൊബൈലിലേക്ക് ഈ ആരാധനയ്ക്ക് സമർപ്പിക്കുക. അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശയം Lord Jesus Christ, for our peace. The Sarfink Saku the precious. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ ഈശോയുടെ വരണമേ, കർത്താവേ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നേർച്ച വസ്തു എടുക്കുക. നേർച്ച വസ്തു ആശീർവദിക്കാൻ വേണ്ടി പോവുകയാണ്. നേർച്ച വസ്തു എടുക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഉടമ്പടിയുണ്ട്. ഇന്നും 4 മണിക്ക് ഉടമ്പടി പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജില്ലക്കാർക്കും, ഇൻക്ലൂഡിങ് ആലപ്പുഴ, എല്ലാവർക്കും ഇന്ന് 4 മണിക്ക് ഉടമ്പടി പുതുതായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം 4 മണിക്ക് അതിൻ്റെ ഉടമ്പടി ഒരുക്ക ക്ലാസ് ഉണ്ട്. അത് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ്. ക്ലാസ് കഴിയുമ്പോൾ, ഉടമ്പടി പൂരിപ്പിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ ബ്രദറെ സൈൻ ചെയ്ത് തരും. അപ്പോഴാണ് നിങ്ങൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പേര് കൗൺസിലിങ്ങിനെ പൂരിപ്പിക്കാതെ സൈൻ ചെയ്യാതെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഇടിച്ച് ചെന്നു. അപ്പം അങ്ങനെ ചെയ്യരുത്. കാര്യം കൗൺസിലേഴ്സാണ് ഉടമ്പടിയുടെ എൻജിൻ എന്ന് പറയണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്വസ്ഥവും സമാധാനം, നിങ്ങളെ കൃത്യമായ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷമാണ് നിങ്ങൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചേരേണ്ടത്. ഉടമ്പടി പുതുക്കുന്നവർക്ക് അതുതന്നെയാണ് രീതികൾ. 2:30 മണി മുതൽ ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്, ഫ്രഷാകാനുള്ള സമയമാണ്. അതിനുശേഷം ഉടമ്പടി ആരംഭിക്കും. അച്ഛൻ 3:30 മണിക്ക് രോഗികളെ കാണും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവരെ. ഓഫീസിൽ നിന്ന് 80 ചീട്ടുകളാണ് ഇഷ്യൂ ചെയ്യണത് ഒരു പ്രാർത്ഥനയ്ക്ക്. അത് 5:30 മണി വരെയാണ് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ള രോഗികളെയാണ് കാണുന്നത്. അവർക്ക് അവിടെ കൗണ്ടറിൽ നിന്ന് 2-ാം നമ്പറിൽ നിന്ന് കൗണ്ടറിൽ നിന്ന് രോഗികൾക്കുള്ള ചീട്ട് കിട്ടും. ക്യാൻസർ രോഗികൾ അവിടെ പോയി അവിടെ ഇടിവെക്കരുത്, ശാന്തമായി നിന്ന് ചീട്ട് 80 ചീട്ട് വരെ കിട്ടും നമുക്ക്. പിന്നെ എന്തെങ്കിലും അപ്പീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പീൽ കമ്മിറ്റിയുണ്ട്, പരാതികൾ കേൾക്കാനുള്ള കമ്മിറ്റികളുണ്ട്. അവിടെ ഫോൺ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. പേഴ്സണൽ മാനേജറും ജനറൽ മാനേജറുമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ അപ്പീൽ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു രോഗി അവർക്ക് നമ്പർ കിട്ടിയില്ല എന്ന് വിചാരിച്ചു, അല്ല കമ്പനി ഇഷ്യൂ ചെയ്ത് പോയി, 80 ഇഷ്യൂ ചെയ്ത്, പക്ഷേ രോഗം ഗുരുതരമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അപ്പീൽ കമ്മിറ്റി കാണാം. കണ്ട് അവരതിനൊരു തീർപ്പുണ്ടാക്കും. എല്ലാ തർക്കവും എങ്ങനെ ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വന്നിട്ട് അത് നടന്നില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഉടമ്പടി ആയത് കാരണം എപ്പോഴും മിസ്റ്റേക്കുകളുണ്ടാകും നിങ്ങളുടെ കയ്യിൽ നിന്നേ. അപ്പോൾ ശരിയായിട്ടുള്ള കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. പക്ഷെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ണീരിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കമ്മിറ്റിയായിട്ട് സംസാരിക്കാം. കാര്യം 1-2 ഉടമ്പടി പുതുക്കണതിന് ഈസിയാണ്. പത്രത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് മാത്രം മതി. 3ാമത് ഉടമ്പടി പുതുക്കണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം എഴുതി കൊടുക്കണം. സാക്ഷ്യം ചിലപ്പോൾ അവിടെ സ്വീകരിക്കത്തില്ല. കാര്യം ഉടമ്പടിയുടെ സാക്ഷ്യമല്ലെങ്കിൽ സ്വീകരിക്കത്തില്ല. നല്ല സാക്ഷ്യമായിരിക്കണം.
അപ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പുതുക്കി സാക്ഷ്യം നല്ലതാണെങ്കിൽ സാക്ഷ്യം സ്വീകരിച്ച് പുതുക്കി തരും. കാര്യം പിന്നെ മെസ്സേജിലിട്ടാണ് പോണത്. ഒരു സാക്ഷ്യമില്ലാത്ത ആൾക്കാർ മെസ്സേജായിട്ട് പോകത്തില്ല. കാര്യം ദൈവാനുഭവം കിട്ടിയാൽ മാത്രമേ നമുക്ക് മെസ്സേജിലൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവാനുഭവം ഇല്ലാത്ത ആൾക്കാരെ മെസ്സേജിലെടുക്കത്തില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഉടമ്പടി കൃത്യമായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാര്യം വലിയ കാര്യങ്ങൾ ഉടമ്പടി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? വൻ കാര്യങ്ങൾ ചെയ്യണതാണ്. അപ്പം ചെറുതും വലുതുമായ കാര്യങ്ങൾ, റീസണബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടമ്പടി പെട്ടെന്ന് നടക്കും. അപ്പം അങ്ങനെ 90 ദിവസത്തിൻ്റെ 3 പെരുക്കം കഴിഞ്ഞിട്ടും 3ാമത്തെ പുതുക്ക് വന്നിട്ട് ഒരാൾക്ക് സാക്ഷ്യമായില്ല എന്നുണ്ടെങ്കിൽ അയാൾ പ്രെയർ കണ്ടിന്യൂ ചെയ്യണം. സാക്ഷ്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കൊടുത്ത് അവർ ഓഫീസിൽ നിന്ന് അത് അംഗീകരിച്ച് സീല് ചെയ്ത് കഴിഞ്ഞാൽ ഉടമ്പടി ജോയിച്ചൻ ബ്രദറാണ് ഇപ്പം സൈൻ ചെയ്യാനുള്ള അതോറിറ്റി. 3ാമത്തെ ഇപ്പം ജോയിച്ചൻ ബ്രദറിൻ്റെ പേര് അവിടെ സീനുണ്ടാകുന്ന അവിടെ സൈൻ ഉണ്ടാകുന്ന അച്ഛൻ നോക്കത്തുള്ളൂ. വേറെ ഒന്നും ഇപ്പം നിങ്ങളെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ നിലവിളിച്ച് അതിലൊക്കെ സീലൊക്കെ അടിച്ചുകൊണ്ട് വന്നതെന്ന് അച്ഛൻ അംഗീകരിക്കത്തില്ല. അതിന് കറസ്പോണ്ടിങ് പേഴ്സൺ ഉണ്ട്. ആ സാക്ഷ്യം വിലയിരുത്താനും അതിനകത്ത് ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ടാകുന്നൊക്കെ നോക്കാൻ വേണ്ടി ഓരോ സമയത്തും ഓരോ ആൾക്കാരെ ഇരുത്തും. അപ്പോൾ അവർക്കാണ് എൻ്റെ ചാർജ്. അപ്പോൾ ആ ചാർജുള്ള പേര് ഇവിടെ വിളിച്ച് പറയും. അപ്പോൾ അവരെ ചെന്ന് കണ്ടിട്ട് അപ്പോൾ നിങ്ങളിപ്പോഴ് അവർ നിങ്ങളോട് അനീതി ചെയ്തു, നിങ്ങളുടെ സാക്ഷ്യം റിജക്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അനീതിയല്ല, നിങ്ങൾക്ക് അവർ പറയും ഇതൊന്നുമല്ല, ഉടമ്പടി സാക്ഷ്യമൊന്നുമല്ല, ഇത് അമ്മായപ്പൻ്റെ കള്ളുകുടിയൊക്കെ മരുന്നൊക്കെ പറയണതൊന്നും ഇവിടെ പറഞ്ഞ കാര്യമില്ല, അത് അമ്മായപ്പനെ കൊണ്ടുവരാൻ പറയും. അവരങ്ങനെ പറയും. കാര്യം വെറുതെ എന്തെങ്കിലും പറയാൻ പറ്റത്തില്ല. ഓഫീസിൽ കറക്റ്റായിരിക്കണം എഴുതി കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്കത് തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇനി അവിടെ നിന്ന് എന്തെങ്കിലും നിരാകരണം സംഭവിച്ചാൽ അപ്പീൽ കമ്മിറ്റിക്ക് പോകാൻ നിങ്ങൾക്ക്. അപ്പീൽ കമ്മിറ്റി ഇരിക്കുന്നവർ സൗമ്യന്മാരാ, കാർക്കശ്യമൊന്നുമില്ല അവർക്ക്. അപ്പം അങ്ങനെ ആൾക്കാരുടെ നേച്ചർ നോക്കിയാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. പേഴ്സണൽ മാനേജറും ജനറൽ മാനേജറും വളരെ സൗമ്യതയുള്ള ആൾക്കാരാണ്. നിങ്ങളെ മാക്സിമം സഹായിക്കണമെന്നുള്ള മനസ്സുള്ളവരാണ്, നിയമം നോക്കാതെ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവരിവിടെ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് നിങ്ങളെ സഹായിക്കണം, ദൈവത്തിനെ സഹായിക്കണം. നിങ്ങളെ മാക്സിമം സഹായിക്കണം, പക്ഷേ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ചിരിക്കുന്നത്. അത് ഉള്ള സമയം ഇപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ രോഗികൾ 5:30 മണി വരെ രോഗികളെ നോക്കും. എല്ലാവരും, അതായത് തീക്ഷ്ണമായിട്ട് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയുള്ള എല്ലാ രോഗികളെയും നോക്കുന്നോളും. അതിനുശേഷം പിന്നീട് നോക്കുന്നത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള 5 പുതുക്കിയവരുണ്ട്, പിന്നെ 4 പുതുക്കിയവരുണ്ട്. അവർക്ക് നേരത്തെ പുതുക്കി പോയവർ, ഇന്ന് പുതുക്കിയവരൊന്നും അച്ഛൻ കാണത്തില്ല. ആരും നിങ്ങൾ അതിനു വേണ്ടി തലയിടിച്ച് നിൽക്കരുത്, പുതുക്കാൻ വേണ്ടി പോകരുത്. നേരത്തെ പുതുക്കിയ ആൾക്കാരാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് പുതുക്കിയവരെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എപ്പോഴാണെങ്കിലും കാണാം. അപ്പോൾ സാക്ഷ്യം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അവിടുന്ന് പുതുക്കി തന്നിട്ടുണ്ടെങ്കിൽ 5 പുതുക്കിയവർക്കും 4 പുതുക്കിയവർക്കും. ഇപ്പം 4 പുതുക്കണം എന്ന് പറയണത് 3 പുതുക്കണമെങ്കിൽ അവിടെ എഴുതി കൊടുത്താൽ മതി കൗണ്ടറിൽ. 4 പുതുക്കണമെങ്കിൽ ഇവിടെ സാക്ഷ്യം പറയണം മെയിൻ ഹാളിൽ. അത് ബുധൻ തൊട്ട് ഞായറാഴ്ച വരെ സാക്ഷ്യം പറയാനുള്ള അവസരം കിട്ടും 4 പുതുക്കുന്നവർക്ക്. 5 പുതുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈവിൽ സാക്ഷ്യം പറയണം. അപ്പോഴാണ് നീല പേപ്പർ കിട്ടുന്നത്. 5ാമത് പുതുക്കിയിട്ട് നീല പേപ്പർ കിട്ടും. നീല പേപ്പർ കിട്ടിയാൽ അതിൻ്റെ ഗുണം മെസ്സേജ് കൗൺസിലിങ്ങിന് കൂടുതൽ സമയം കിട്ടും. പിന്നെ ഇടയ്ക്ക് ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛനെ സന്ദർശിക്കാൻ അനുവാദം തരും. കാര്യം കുറേ ആയിരക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛനെ സന്ദർശിക്കുന്നത് ഉടമ്പടി ഒരു വിഷയമല്ല ഇപ്പം അല്ല അത്. കാര്യം അച്ഛനെ സന്ദർശിക്കാനല്ല ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയും പിന്നെ അച്ഛൻ കാണുന്നത് ഉടമ്പടി മച്ചറായവരാണ് കാണുന്നത്. ഉടമ്പടി ഇതുപോലെ സാക്ഷിയൊക്കെ പറഞ്ഞ് മച്ചറായവരെ കാണും. പിന്നെ ഉടമ്പടി 1ഉം 2ഉം പുതുക്കിയവരൊക്കെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 5ഉം 4ഉം പുതുക്കിയവരുടെ മെസ്സേജ് കഴിയുമ്പോൾ 1ഉം 2ഉം 3ഉം പുതുക്കിയവരോട് കാര്യങ്ങൾ ചോദിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ മെസ്സേജിന് ഉള്ള ആൾക്കാരെ മാത്രമേ അച്ഛൻ കാണാത്തുള്ളൂ എന്നല്ല. പുതുക്കിക്കഴിഞ്ഞാൽ കാണും. 1 പുതുക്കിയാലും 2 പുതുക്കിയാലും 3 പുതുക്കിയാലും ആൾക്കാരെല്ലാം അവരെല്ലാം കാണും. കാരണം മെസ്സേജിലേക്ക് പോകണമെങ്കിൽ മാത്രമേ സാക്ഷ്യത്തിന് പറഞ്ഞാൽ മാത്രമേ മെസ്സേജിൽ പോകത്തുള്ളൂ, മെസ്സേജ് എടുക്കത്തുള്ളൂ.
അല്ലെങ്കിൽ സന്ദേശം എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനോട് കാര്യം പറയാം, ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. അത് 3 പുതുക്കിയവർ ആരെ എടുക്കും, പിന്നെ 2 പുതുക്കിയവർ, പിന്നെ 1 പുതുക്കിയവർ. അപ്പോൾ 1 പുതുക്കണ തൊട്ട് ഉടമ്പടി കൃപാസനം അംഗീകരിക്കും. 1 പുതുക്കണ തൊട്ട് കൃപാസനം ഉടമ്പടി അംഗീകരിക്കും. നിങ്ങൾക്ക് ഏത് വഴി വെച്ചാണെങ്കിലും. അപ്പം അച്ഛൻ ചോദിക്കുന്ന ഉടനെ ഉടമ്പടി പുതുക്കിയതാണെന്ന് ചോദിക്കത്തുള്ളൂ, വേറെ ചോദിക്കരുത്. നിങ്ങൾ എന്നോട് എന്ത് സംസാരിച്ചാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഉടമ്പടി പുതുക്കിയതാണ് എടുക്കാൻ പറയും. പുതുക്കിയതാണെങ്കിൽ ഉടനെ ബാക്കി സംസാരിക്കാൻ അനുവദിക്കും. കാര്യം അവർ ഉടമ്പടിയിലുള്ളതാണ്, ഉടമ്പടി പൂർണ്ണമാക്കിയ ആളാണ്. ഇവിടെ ആകുമ്പോൾ തിങ്കൾ ചൊവ്വയിൽ വരുന്ന വിഷയം ആദ്യം 4-5 പുതുക്കിയവരുടെ മെസ്സേജ് എടുക്കും, പിന്നെ 4 പുതുക്കിയവരുടെ മെസ്സേജ് എടുക്കും. അപ്പോൾ തന്നെ മണി 7:30 മണിയാവും. പിന്നെ ഉടനെ കൗൺസിലിംഗ് ചേംബറിൽ നിന്ന് മാറിയിട്ട് ഈ കൗൺസിലിംഗ് എപ്പോഴും നടക്കുന്നത് ഇവിടെയാണ്, മെസ്സേജ് എടുക്കുന്നത്. മെസ്സേജ് ഉള്ള ആൾക്കാരാണ് അവിടെ നിൽക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തിങ്കളാഴ്ച മെസ്സേജ് കിട്ടേണ്ട ആൾക്കാർ വന്ന് ഇവിടെ നിന്ന്, അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, മെസ്സേജ് എടുത്തില്ല. അവർക്കൊക്കെ ഇനിയും എടുക്കും, കുഴപ്പമൊന്നുമില്ല. കാര്യം അവർക്ക് അതിന് റൈറ്റ് ഉണ്ടല്ലോ, അവകാശമുള്ളതല്ലേ. നമ്മളിവിടുന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ് മെസ്സേജ് എടുത്തോളാമെന്ന്. അപ്പം അത് അവിടെ ഇന്ന് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ച് മുതലെടുക്കത്തില്ല. നിങ്ങൾക്ക് അച്ഛനെ കാണാം തീർച്ചയായിട്ടും. കഴിഞ്ഞ മാസം തിങ്കളാഴ്ചകളിൽ മെസ്സേജ് എടുക്കാനുള്ള അവകാശമുണ്ടായിട്ടും തെറ്റായിട്ട് വന്ന് ലൈൻ തെറ്റി നിന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു പോയ ആൾക്കാർക്ക് അവിടെ പേപ്പർ ഉണ്ടെന്ന് തീർച്ചയായിട്ടും എഡിബിറ്റിനെ കണ്ട നിങ്ങൾക്ക് അതിനുള്ള അവസരം തരും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ 4 പുതുക്കിയവർ കഴിയുമ്പോൾ 5 പുതുക്കിയവരും 4 പുതുക്കിയും കഴിയുമ്പോൾ 7:30 മണിയാവും. പിന്നെ 3 പുതുക്കിയവരുടെ കാര്യങ്ങൾ കേൾക്കും അവരുണ്ടെങ്കിൽ. മാക്സിമം എടുക്കണ 8 മണി വരെയാണ് എടുക്കുന്നത്. 8 മണിയാകുമ്പോൾ ഞാനും ടയേർഡാകും, ഇവിടെ നിൽക്കുന്നവരും ടയേർഡാകും, എല്ലാവരും ടയേർഡാകും. 8 മണി വരെ. ഇപ്പം 3 പുതുക്കിയവർക്കും 2 പുതുക്കിയവർക്കും 1 പുതുക്കിയവർക്കൊക്കെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്, അവസരം ഇതുപോലെ കിട്ടുന്നതുമായിരിക്കും. നേരത്തെ വസ്തു ഉയർത്തിപ്പിടിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out your spirit, the fire of finger, soak with the precious blood. Lord, infuse your spirit. I know the authority of the Catholic Church, the power of Jesus Christ, with the miracles of the Holy Spirit, I bless the Holy Spirit. And with the authority of the Catholic Church, with the power of Jesus Christ, with the miracles of the Holy Spirit, to bless him. Grace and peace and പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ CLAP ക്ലാപ്പ്, അതാണ് ഉടമ്പടി പുതുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പേപ്പർ. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേപ്പർ പുതുക്കുമ്പോൾ കിട്ടും. ഇന്ന് മുതൽ കിട്ടത്തില്ല, അടുത്ത ബുധനാഴ്ച മുതലാണ് അത് ഇഷ്യൂ ചെയ്യണത്. അടുത്ത ബുധനാഴ്ച മുതൽ, മറ്റന്നാൾ മുതൽ ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. അതിന് പോയിൻറ്റ്സാണ്. നിങ്ങളുടെ കുർബാനയ്ക്കും കുമ്പസാരത്തിനും സൽപ്രവൃത്തികൾക്കും കാരുണ്യ പ്രവൃത്തികൾക്കും എല്ലാം പ്രത്യേകം പോയിൻറ്റ്സാണ്. ഇപ്പോൾ അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പോയിൻ്റാണ് ഉള്ളത്. പത്രം വിതരണം ചെയ്യണില്ലേ, അതിന് പൊതുസ്ഥലത്ത് കൊടുത്താൽ 5 പോയിൻ്റ്, സ്വന്തം ഇടവകയ്ക്ക് കൊടുത്താൽ 3 പോയിൻ്റ്, സ്വന്തം അയൽവാസികൾക്ക് കൊടുത്താൽ 2 പോയിൻ്റ്. അങ്ങനെയാണ് അത് പോയണത്. അതുപോലെ തന്നെ കുമ്പസാരം, 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കുന്നവർക്ക് 5 പോയിൻ്റ്. അതുപോലെ തന്നെ 1 മാസം ഒരിക്കൽ കുമ്പസാരിക്കുന്നവർക്ക് 3 പോയിൻ്റ്. ഇടയ്ക്ക് 3 മാസം കൂടുമ്പോഴും ഒക്കെ കുമ്പസാരിക്കുന്നവർക്ക് 2 പോയിൻ്റ്. അപ്പോൾ പുതുക്കണത് പോയിൻ്റ് അടിസ്ഥാനത്തിലാണ് പുതുക്കണത്. അതിനാണ് ക്ലാപ്പ് പേപ്പർ എന്ന് പറയുന്നത്. ക്ലാപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ വചനമില്ലേ, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളതാണ്. കാര്യം സൽപ്രവൃത്തിയിലും കാരുണ്യ പ്രവൃത്തിയിലാണ് ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത്. പവർ ജനറേറ്റ് ചെയ്യാനില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാൻ താമസിക്കും. ഇനി ഇടവകയുമായിട്ടുള്ള ബന്ധം, ഇപ്പം സഭയുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ ഏത് സഭയാണ്? എല്ലാ സഭക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ തനത് സഭയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. അവിടുന്നാണ് നിങ്ങൾ സ്നാനമേറ്റിരിക്കുന്നത്. ആ സ്നാനമേറ്റ സഭയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. നിങ്ങളവിടെ എന്താണ് അംഗത്വം, നിങ്ങളുടെ അവിടെയുള്ള സഹകരണം എന്താണ്? അതുപോലെ തന്നെ കാര്യം സഭയുമായിട്ടൊരു സഹകരണമില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി സഭയുമായിട്ട് സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. അമ്മ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സഭയും അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ ഇടവകയും അനുഗ്രഹിക്കപ്പെടണം. അല്ലെങ്കിൽ നിങ്ങളും ധ്യാനകേന്ദ്രവും മാത്രമായിട്ട് വളരും.
നിങ്ങൾക്ക് ജ്ഞാനസ്നാനം നൽകിയത് ഞങ്ങളല്ലല്ലോ, ആണോ? അല്ല, കുദാശ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സഭയുണ്ട്, അതും നിങ്ങളുടെ ഒപ്പം വളരണം. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. ആശീർവാദമാണ്. കർത്താവ് നിങ്ങൾ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. എല്ലാ നിയോഗങ്ങളും ഓർക്കണം. വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ മുട്ടമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും ദൈവത്തിൻ്റെ ശക്തി നിറയും. ജോബിന്റെ ജീവിത മേഖലകളെ വേലികെട്ടി സംരക്ഷിച്ച ദൈവം നിങ്ങളെ സംരക്ഷിക്കും. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഏതവസ്ഥയിലും ഏത് ദുരിതമാണെങ്കിലും ദൈവം നിങ്ങളെ സംരക്ഷിക്കും. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. മാരക രോഗികളായിട്ടുള്ളവര് സൗഖ്യം പ്രാപിക്കുകയാണ്. തീരാവ്യാധിയിൽ കഴിയുന്നവര് സൗഖ്യം പ്രാപിക്കുകയാണ്. ബോർഡ് എക്സാമിനേഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഈശോ ആശീർവദിക്കുകയാണ്. കൊറോണ വൈറസിന് അടിമപ്പെട്ടവരെ ഇതാ കർത്താവ് സ്പർശിക്കുകയാണ്. ദുരിതവേദനയിൽ കഴിയുന്നവര്, ആശുപത്രിയിൽ കഴിയുന്നവര്, കിടക്കയിൽ കഴിയുന്നവരെ ഈശോ ആശീർവദിക്കുകയാണ്. ഗുരുതരമായ രോഗാവസ്ഥകള് കഴിയുന്നവരെ, മത്സര പരീക്ഷകൾ ഏർപ്പെട്ടവരെ ഈശോ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോ.